ഇവരാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? രാജ്യത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരുടെ കണക്കുകൾ മുഴുവനായുള്ള റിപ്പോർട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നാഷണൽ ഇലക്ഷൻ വാച്ചേഴ്സും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് കേരളത്തിലെ പണക്കാരായ MLA-മാരുടെ ആസ്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈയിടെ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ. കേരളത്തിലെ ഏറ്റവും ധനികരായ MLA-മാരിൽ 13ാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 4,55,37,826 രൂപയാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം 2021 അവസാനമായി നിയമസഭയിലെത്തിയത്. ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 1711 സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. നമ്പർ 12. കേരളത്തിലെ സമ്പന്നരായ MLA-മാരിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ നിയമ വ്യവസായ മന്ത്രിയായ പി രാജീവാണ്. CPIM സ്ഥാനാർത്ഥിയായി എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിജയിച്ചത്. നിയമ വ്യവസായ വകുപ്പ് ഇതല്ലാതെ വാണിജ്യം, ഖനനം, കൈത്തറി, തുണിത്തരങ്ങൾ, ഗ്രാമവ്യവസായങ്ങൾ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറി എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. 54 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്തുന്നത് 5,33,29,981 രൂപയാണ് ഉള്ളത്. ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 1584 സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. നമ്പർ 11. കേരളത്തിലെ സമ്പന്നരായ MLA-മാരുടെ ലിസ്റ്റിൽ 11ാം സ്ഥാനത്തുള്ളത് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. പ്രമുഖ കോൺഗ്രസ് നേതാവായ ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. 2001 മുതൽ പറവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടാണ് VD സതീശൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായ KM ദിനകരനെ 7798 വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 1330ാം സ്ഥാനമുള്ളത് ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 6,69,12,677 രൂപയാണ്. നമ്പർ 10. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് സമ്പന്നരായ MLA-മാരിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകനായ ഇദ്ദേഹം 2021 തെരഞ്ഞെടുപ്പിൽ കേരള ജനപക്ഷത്തിലെ PC ജോർജിനെ 16,817 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലെത്തിയത്. 55 വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 8,29,45,618 രൂപയാണ്. ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 1127ാം സ്ഥാനത്താണ് ഇദ്ദേഹം ഉള്ളത്. നമ്പർ 9. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അറിയപ്പെട്ട സിനിമാ നടനും CPM പ്രവർത്തകനുമായ M മുകേഷാണ്. 2016 മുതൽ കൊല്ലം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിച്ച് ഇദ്ദേഹം കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്ന ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചുകൊണ്ടാണ് 2ാം തവണയും നിയമസഭയിലേക്ക് എത്തുന്നത്. 64 വയസ്സുകാരനായ ഇദ്ദേഹം ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 707ാം സ്ഥാനത്താണുള്ളത്. ഈ ലിസ്റ്റിൽ 10 കോടിക്ക് മുകളിലുള്ള ആദ്യത്തെ MLA-മാണ് M മുകേഷ്. 14,24,20,240 രൂപയാണ് ഇദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നമ്പർ 8. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് CPM സ്ഥാനാർത്ഥിയായ PV ശ്രീനജാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 8ാം സ്ഥാനത്തുള്ളത്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ PV സജീന്ദ്രനെ 2717 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം 665 ആണ്. 49 വയസ്സുകാരനായ
PV ശ്രീനജിന്റെ ആസ്തി എന്നത് 15,36,52,638 രൂപയാണ്. നമ്പർ 7 മലപ്പുറം ജില്ലയിലെ മങ്കട നിയോജക മണ്ഡലത്തിൽ നിന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മഞ്ഞളാംകുഴി അലിയാണ് സമ്പന്നരായ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളിൽ 7ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 654ാം സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് 15,59,69,505 രൂപയാണ്. നമ്പർ 6 പിണറായി മന്ത്രിസഭയിലെ കായിക മന്ത്രി എന്ന പദവിയിലായിരുന്ന V അബ്ദുറഹ്മാനാണ്. കേരളത്തിലെ നിയമസഭാ MLA-മാരിൽ ഏറ്റവും പണക്കാരിൽ 6ാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹമാണ്. ഒരു വ്യവസായം കൂടിയായ ഇദ്ദേഹം 2016-ലും 2021-ലും മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചുകൊണ്ടാണ് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 594ാം സ്ഥാനത്താണ് ഇദ്ദേഹം ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 17,80,80,192 രൂപയാണ്. നമ്പർ 5 കേരള കോൺഗ്രസ് ജേക പ്രവർത്തകനും എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലത്തിലെ MLA-യുമായ അനൂപ് ജേക്കബാണ്. 2021-ൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന സിന്ധുപോൾ ജേക്കബിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം രണ്ടാമതും നിയമസഭാ മന്ദിരത്തിൽ എത്തുന്നത്. 43 വയസ്സുകാരനായ അനൂപ് ജേക്കബ് ഇന്ത്യയിലെ സമ്പന്നരായ MLA-മാരിൽ 537ാം സ്ഥാനത്താണുള്ളത്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 18,72,89,677 രൂപയാണ്. നമ്പർ 4 കേരള നിയമസഭയിൽ ഏറ്റവും സമ്പന്നരായ MLA-മാരുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ MLA-യും പ്രസിദ്ധ സിനിമാ താരനുമായ PV ഗണേഷ് കുമാറാണ്. 2006 മുതൽ 2021 വരെ തുടർച്ചയായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് എത്തിയ 53 വയസ്സുകാരനായ ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായ MLA-മാരിൽ 526ാം സ്ഥാനത്താണുള്ളത്. 19,38,496 രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് കണക്കാക്കപ്പെടുന്നത്. നമ്പർ 3 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മാണി C കാപ്പനാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 3ാം സ്ഥാനത്തുള്ളത്. 2019 മുതൽ പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടി സ്ഥാപക അംഗവുമായ മാത്രമല്ല ഇദ്ദേഹം മുൻ രാജ്യാന്തര വോളിബോൾ താരവും സിനിമാ നടനും കൂടിയാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ താൽപര്യപ്പെട്ട മാണി C ജേക്കബിന് NCP സീറ്റ് നിഷേധിച്ചതിന്റെ ഭാഗമായി പാർട്ടിയും മുന്നണിയും വിട്ട് NCK എന്ന പാർട്ടി രൂപീകരിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് M നേതാവും KM മാണിയുടെ മകനുമായ ജോസ് K മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം വീണ്ടും കേരള നിയമസഭയിലേക്ക് എത്തി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനമെന്നത് 368 ആണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് കണക്കാക്കപ്പെടുന്നത് 27,93,30,624 രൂപയാണ്. നമ്പർ 2 2021 മുതൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗവുമായ കോൺഗ്രസ് I പാർട്ടിയുടെ യുവ നേതാവുമായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 2ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 295ാം സ്ഥാനത്തുള്ള അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടന്റെ ആസ്തി എന്നത് 34,77,12,075 രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ ആദ്യ 150 പേരിലുള്ള കേരളത്തിലെ ഏക സഭാ അംഗമാണ് PV അൻവർ MLA. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും 2021-ൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് PV അൻവർ വിജയിച്ചു. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഇദ്ദേഹം ഒരു വ്യവസായം കൂടിയാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ MLA-മാരിൽ 149ാം സ്ഥാനത്താണുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ MLA-യുടെ ആസ്തി എന്ന് പറയുന്നത് 64,14,52,931 രൂപയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഹാവ് എ നൈസ് ഡേ.